ടെക്നോ പാർക്കിൽ ജോലിയുള്ളതും അമിതമായ ലൈംഗിക രീതിയിലുള്ള റിലേഷൻഷിപ്പ് അനുശാന്തിയുമായിട്ട് വന്നതിനെ തുടർന്നാണ് ആ കുട്ടിയെയും പിന്നെ ലിജെന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയത്. വധശിക്ഷ കൊടുത്തില്ല എന്നല്ലാതെ ആ തടവ് ശിക്ഷ 25 വർഷം റെമിഷൻ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ 25 വർഷം അവിടെ കിടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു വധശിക്ഷ കൊടുത്തില്ല എന്നതിൽ സ്വാഗതം ചെയ്യാത്ത കാര്യം വേണ്ട. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ 1-ാം പ്രതി നീനോ മാത്യുവിനെയും 2-ാം പ്രതി അനുശാന്തിയെയും പേരിൽ ഉള്ള ശിക്ഷ ഹൈക്കോടതി ഇന്ന് ശരിവെച്ചു. നീനോ മാത്യുവിന് വധശിക്ഷയായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. അത് സ്വാമി ശ്രദ്ധാനന്ദ കേസിൻ്റെ ചുവട് പിടിച്ച് 25 വർഷത്തെ കഠിന തടവ് റെമിഷൻ ഇല്ലാതെ കിടക്കണം എന്നുള്ള കണ്ടീഷനോടുകൂടി വധശിക്ഷ കുറച്ച് ജീവപര്യന്തം തടവ് വിധിച്ചു. അനുശാന്തിയുടെ കാര്യത്തിൽ അവരെ 2 ജീവപര്യന്തമായിരുന്നു വിധിച്ചിരുന്നത്. ഒരെണ്ണമേ അവർ സഫർ ചെയ്തിട്ടുള്ളൂ. അതിൽ ആ 2 വധശിക്ഷയും 2 ജീവപര്യന്തം തടവും ശരിവെച്ചു. അവരുടെ അപ്പീൽ തള്ളുകയും ചെയ്തു. അപ്പോൾ ഈ വിധി സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധികൾ മാനിച്ചു നോക്കുകയാണെങ്കിൽ വധശിക്ഷ വളരെ അപൂർവം കേസുകളിലാണ് കൊടുക്കുന്നത്. ഈ കേസിൽ 25 വർഷം റെമിഷൻ ഇല്ലാതെ കിടക്കുക എന്ന് പറയുന്നത് ആ വിധിയോട് യോജിച്ച് പോയിരിക്കുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ എല്ലാ രീതിയിലും അതിൻ്റെ കേസ് വിജയകരമായി ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സ്വാഗതം ചെയ്യുന്നു. വധശിക്ഷ കൊടുത്തില്ല എന്നല്ലാതെ ആ തടവ് ശിക്ഷ 25 വർഷം റെമിഷൻ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ 25 വർഷം അവിടെ കിടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു വധശിക്ഷ കൊടുത്തില്ല എന്നതിൽ സ്വാഗതം ചെയ്യാത്ത കാര്യം വേണ്ട. ജഡ്ജ്മെൻറ്റ് കണ്ടാലേ അത് വധശിക്ഷ എന്തുകൊണ്ടാണ് കുറച്ചതെന്ന് അറിയത്തുള്ളൂ. ജഡ്ജ്മെൻറ്റ് ഇപ്പോഴാണ് പ്രൊനൗൺസ് ചെയ്തത്. അത് വായിച്ചതിന് ശേഷമേ നമുക്ക് ആ കാരണങ്ങളിലേക്ക് വരാനൊക്കുള്ളൂ. ആ മിറ്റിഗേഷൻ ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക്. അത് മിറ്റിഗേഷൻ സർക്കംസ്റ്റൻസസ് ഈ അടുത്ത ഇടയിൽ വന്ന ഒരു ഡെവലപ്മെൻ്റാണ്. അപ്പോൾ അതിൽ ഈ നീനോ മാത്യുവിന് പിന്നെ നല്ല രീതിയിൽ ടെക്നോ പാർക്കിൽ ജോലിയുള്ളതും അമിതമായ ലൈംഗിക രീതിയിലുള്ള റിലേഷൻഷിപ്പ് അനുശാന്തിയുമായിട്ട് വന്നതിനെ തുടർന്നാണ് ആ കുട്ടിയെയും പിന്നെ ലിജെന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയത്. ആ ഗൂഢാലോചന കേസ് ശരിവെച്ചിട്ടാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ.